നമസ്കാരം. ഈട് ജാമ്യം ഒന്നുമില്ലാതെ ഒരു 4% ഇൻട്രസ്റ്റിൽ അപ് ടു 5 ലക്ഷം രൂപ വരെ ലോൺ നോക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ ഒരു എമൗണ്ട് കിട്ടും. എങ്ങനെയാണെന്നല്ലേ? ഇതിന്റെ വിശദാംശങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുടുംബശ്രീയുടെ ലിങ്കേജ് ലോണിനെ കുറിച്ചാണ്. കുടുംബശ്രീയെ കുറിച്ച് അറിയാത്ത ആരും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലെ അമ്മ, പെങ്ങള്, അതേപോലെ നമ്മുടെ ഭാര്യമാരൊക്കെ പലപ്പോഴും കുടുംബശ്രീയിൽ അംഗമായിട്ടുണ്ടാവും. ഇനി അംഗമല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ അംഗമാക്കണം. കുറച്ച് കിട്ടുന്ന സമയം അവർക്ക് സൊസൈറ്റിനെ കുറിച്ചും അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിനപ്പുറം ചെറിയ രീതിയിലുള്ള സേവിങ്സ് നടത്താനും ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ്, സ്വയം പര്യാപ്തത ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുടുംബശ്രീ ഒരുപാട് ആൾക്കാരെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് കുടുംബശ്രീ എന്ന് പറയുന്നത് വലിയൊരു മിഷനായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിൽ പല പ്രോജക്റ്റുകൾ അവർ സ്വന്തമായിട്ട് ഏറ്റെടുത്തിട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ അവർക്ക് എത്ര വേണമെങ്കിലും ലോൺ ഒരു ഈടും ഇല്ലാതെ കൊടുക്കാൻ ബാങ്കുകൾ തയ്യാറാണ്. അങ്ങനെയാണ് ബാങ്കുകൾ 4% ഇൻട്രസ്റ്റ് റേറ്റിൽ, വെറും കുറഞ്ഞ 4% ഇൻട്രസ്റ്റ് റേറ്റിൽ അപ് ടു 5 ലക്ഷം രൂപ വരെ മെമ്പേഴ്സിന് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നത്. ഇതിനാണ് ലിങ്കേജ് ലോൺ എന്നറിയപ്പെടുന്നത്. എന്താണ് നോർമലി ലിങ്കേജ് ലോൺ? ഇത് NHG അയൽക്കൂട്ടങ്ങൾക്കാണ് കൊടുക്കുക. NHG എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രേഡിംഗ് ഒക്കെ ഉണ്ട്. ആ ഗ്രേഡിംഗ് ഒക്കെ പാസ്സായിട്ടുള്ള അയൽക്കൂട്ടങ്ങൾക്കാണ് കൊടുക്കുക. അപ്പൊ അതിന് 6 മാസത്തെ സംഭവങ്ങളൊക്കെ വേണം. അതായത് 6 മാസമൊക്കെ ആയിട്ടുള്ള കുടുംബശ്രീ ആയിരിക്കണം. അങ്ങനെ കുറച്ച് ഗ്രേഡിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇനി ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊലാട്രൽ ഇല്ല എന്നതാണ്. ഈട്, ജാമ്യം ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ തന്നെ എല്ലാ അയൽക്കൂട്ടങ്ങൾക്കും ഓൾമോസ്റ്റ് ഇത് ലഭിക്കും. ബാങ്കാണ് നേരിട്ടാണ് കൊടുക്കുന്നത്. വായ്പാ യോഗ്യത NHG ഗ്രേഡിംഗ് ആണ്. 6 മാസം പൂർത്തിയായിട്ടുണ്ടാകും. അതേപോലെ തന്നെ അപ് ടു 5 ലക്ഷം രൂപ വരെ കൊടുക്കും. നമ്മുടെ നിക്ഷേപത്തിന്റെ സമ്പാദ്യത്തിന്റെ ഏകദേശം 4 മടങ്ങോളം ഇവർ എമൗണ്ട് കൊടുക്കും. ഇതാണ് ഇതിന്റെ വായ്പാ യോഗ്യതകൾ. ഇനി അപേക്ഷിക്കേണ്ട വിധം എന്ന് പറഞ്ഞത്, നമ്മൾ കുടുംബശ്രീയിൽ മെമ്പർ ആയിരിക്കണം. ആദ്യമായിട്ട് മെമ്പർ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ മെമ്പർ ആവണം കുടുംബശ്രീയിൽ. അതിനുശേഷം അയൽക്കൂട്ട യോഗം ചേർന്ന് കഴിഞ്ഞിട്ട് ആവശ്യമുള്ളവരെ കണ്ടെത്തും. ആർക്കൊക്കെയാണ് ഫണ്ട് ആവശ്യമുള്ളത് ഇവർ ചോദിക്കും. അപ്പൊ അവർ എമൗണ്ട് പറയണം. 25,000, 50,000, 1 ലക്ഷം ഇങ്ങനെ പറയും. കുറച്ച് ആൾക്കാർ ചിലപ്പോൾ പറയുള്ളൂ. ഒട്ടുമിക്ക സ്ത്രീകൾ ലോൺ എടുക്കാറില്ല. കുറച്ച് ആൾക്കാർ മാത്രമാണ് ലോൺ എടുക്കാറ്. അപ്പോൾ ലോൺ എടുക്കുന്നത് തന്നെ അവരുടെ വീട്ടിലെ ചിലപ്പോൾ ബ്രദറിന്റെ ആരെങ്കിലും, അല്ലെങ്കിൽ ഫാദറിന്റെ ആയാലും, ഹസ്ബൻഡിന്റെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ബിസിനസ് പരിപാടികൾക്ക്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ബിസിനസ് പരിപാടികൾക്ക്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് ഇവർ ലോൺ പൊതുവെ എടുക്കാറ്. ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ലോൺ എടുക്കണമെങ്കിൽ അവരിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അവരവിടെ അയൽക്കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും, എല്ലാവരും കൂടി ടോട്ടൽ എത്ര എമൗണ്ട് ആവും. അപ്പൊ ഈ ഒരു 10 ലക്ഷം രൂപ ടോട്ടൽ ആവുന്നുണ്ടെങ്കിൽ ഈ 10 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യും, ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. അപ്പൊ ബാങ്കിൽ ഇവരുടെ നിക്ഷേപം, ഒരു വലിയ തുക ഇവരുടെ നിക്ഷേപം ഉണ്ടാവും. ചിലപ്പോൾ 4-5 പേര് മാത്രമേ ഇത് എടുക്കാൻ തയ്യാറാവുള്ളൂ. ഇവർക്ക് ഈ 4% എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ട് ഇവർക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവർ എടുക്കില്ല. ഒട്ടുമിക്ക ആൾക്കാർ എടുക്കാറില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പറഞ്ഞ പ്ലാൻ ഉണ്ടാക്കി ബാങ്കിൽ കൊണ്ടു കൊടുക്കും. അപ്പൊ നിക്ഷേപത്തിന്റെ ഒരു 4 മടങ്ങ് വരെ ഇവർ കൊടുക്കും. ഇപ്പൊ ഒരു 1 ലക്ഷമാണ് ഇവർക്ക് മൊത്തം നിക്ഷേപം ബാങ്കിൽ ഉള്ളതെന്ന് വിചാരിക്കുക. 4 ലക്ഷം രൂപ വരെ 4 ലക്ഷം രൂപ വരെ പാസ്സായാൽ ഇവരെ മെമ്പേഴ്സിന്, ഒരുപാട് മെമ്പേഴ്സുള്ള കുടുംബശ്രീ ആണെങ്കിൽ അത്ര പാസ്സായി കഴിഞ്ഞാൽ ഇവർ 3-4 ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ പൈസ എത്രയാണ് അവർ പറഞ്ഞ ആ എമൗണ്ട് കൊടുക്കും. ഇവര് എത്രയാണ് ചോദിക്കുന്ന ആ എമൗണ്ട് ആണ് ബാങ്ക് കൊടുക്കുക. മൊത്തം നിക്ഷേപം ബാങ്ക് നോക്കും, പരിഗണിക്കും. എത്രയാണ് ഇവരുടെ പാസ്ബുക്കിൽ എത്രയാണ് ഉള്ളത് ടോട്ടൽ എമൗണ്ട്. ബാങ്കിന് ഓരോ കുടുംബശ്രീക്ക് ഒരു പ്രത്യേക പാസ്ബുക്ക് ഉണ്ട്. അവിടെ മെമ്പേഴ്സിന് കൂടാതെ ബാങ്കിൽ ഒരു അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ അക്കൗണ്ടിലാണ് മൊത്തം എമൗണ്ട് ഇവർ നിക്ഷേപിക്കുക. ഒരു 5-8 വർഷം, 10 വർഷം, 15 വർഷമൊക്കെ ആയിട്ടുള്ള കുടുംബശ്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. 20 വർഷമൊക്കെ ആയിട്ടുള്ള ആ കുടുംബശ്രീയിൽ എന്ന് പറഞ്ഞാൽ ഒരു 20 ആൾക്കാരുണ്ട്. അവരുടെ എമൗണ്ട് വലിയ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് 20 lakhs ഒക്കെ ആയിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു 10 ലക്ഷം ഒക്കെ ആയിട്ടുണ്ടാവും. 10 ലക്ഷം രൂപ ഉള്ള കുടുംബശ്രീയിൽ 40 ലക്ഷം വരെ അവരെന്ത് പാസ്സാക്കി കൊടുക്കും. ഈ 40 lakhs rupees കുടുംബശ്രീ എല്ലാവരും എടുക്കണം എന്നില്ല. കുറച്ച് മെമ്പർമാരായിരിക്കും എടുക്കുക, ഒരു 10 ആളോ 15 ആളോ. അപ്പൊ അവർക്ക് 2 ലക്ഷം, 3 ലക്ഷം, 1 ലക്ഷം, 1.5 ലക്ഷം ഒക്കെ വെച്ചിട്ട് ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് കൊടുക്കും. വലിയ എമൗണ്ട് വേണമെങ്കിൽ വലിയ എമൗണ്ടും കൊടുക്കും. കൃത്യമായിട്ട് തിരിച്ചടക്കുന്നോ എന്ന കാര്യമൊക്കെ ഇവർ പരിഗണിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ ചെറിയ ലോണൊക്കെ എടുത്തിട്ട് കുടുംബശ്രീന്ന് അവർ കൃത്യമായിട്ട് തിരിച്ചടക്കാത്ത ആൾക്കാരുടെ അവർക്കൊന്നും അവർ ലോൺ അത്രയും എമൗണ്ട് ചോദിച്ചാൽ കൊടുക്കില്ല. കുറച്ച് എമൗണ്ട് കൊടുക്കുള്ളൂ. പ്രസിഡന്റ്, സെക്രട്ടറി ആണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഏകദേശമുള്ള ഉത്തരവാദിത്തം കാര്യങ്ങൾ അവരിലേക്ക് വരും. അതുകൊണ്ട് അവർ വെൽ പ്ലാൻ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യണം. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ ബാങ്കിൽ പറഞ്ഞാൽ മതി. വലിയ ലോജിക്കൊന്നും ഇല്ല. ഒരു ഫോം കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്തിട്ട് അവർ കൊടുക്കാറാണ് പതിവ്. എല്ലാ കുടുംബശ്രീയിലും ഓൾമോസ്റ്റ് അറിയാം. അവർ കോൺടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ ബാങ്കിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പോൾ തന്നെ ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് തരും. അങ്ങനെയാണ് നമ്മൾ ലോൺ എടുക്കേണ്ടത്. സാമ്പത്തിക ലാഭത്തെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാലോ. നോർമലി ബാങ്കിലെ റേറ്റ് 9% സാധാരണ പലിശയാണ്. 10-12% ബാങ്കുകൾ വാങ്ങിക്കുന്നുണ്ട്. അപ് ടു 40% വരെ വാങ്ങിക്കുന്നുണ്ട്. എന്നാൽ ഗവൺമെന്റിന്റെ സബ്സിഡി കഴിഞ്ഞാൽ നമുക്ക് 5% സബ്സിഡി ഗവൺമെന്റ് തരും. 9% ആണെങ്കിൽ 5% തരും. ബാക്കി എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 4%. ചെറിയൊരു 4% ഇത്രയൊക്കെ എമൗണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ്. പലിശ സബ്സിഡിയുടെ വിവരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും ഇത് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീമാണ്. ഇൻട്രസ്റ്റ് കുറച്ചു കൊടുക്കുന്ന ഒരു സ്കീമാണ്. കൃത്യമായിട്ട് തിരിച്ചടവ്
നടത്തുന്നവർക്ക് മാത്രമേ സബ്സിഡി ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. എമൗണ്ട് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കണം, പ്രോപ്പറായിട്ട് അടക്കണം, അടച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. 5 ലക്ഷം രൂപയുള്ള വായ്പകൾക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. അതിന് മേളിലേക്ക് കുറെ ആൾക്കാർ എമൗണ്ട് എടുക്കും, അതിനൊന്നും കിട്ടില്ല. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി കുടുംബശ്രീ എന്ന് പറയുന്നത് വായ്പയിലൂടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് തീർച്ചയായിട്ടും പറ്റും. എല്ലാ കുടുംബശ്രീയുടെ വായ്പ എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് പേഴ്സണലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുടുംബശ്രീ പല കാര്യങ്ങൾ കൊണ്ട്. ഇപ്പൊ നമ്മളൊരു ലെവലിലേക്ക് നമ്മൾ എത്തിയെങ്കിലും നമ്മൾ ഈ ലെവലിലേക്കൊന്നും എത്താത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളെപ്പോലെ ഞാനൊരു ഏറ്റവും സാധാരണക്കാരനായിട്ടാണ് ഞാനും ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ലെവലിൽ നിന്ന് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വലിയ സംഭവങ്ങളൊന്നും അല്ല. അപ്പൊ ആ ഒരു ലെവലിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ചൊക്കെ സപ്പോർട്ടീവായിട്ട് കുടുംബശ്രീയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നത് സത്യാവസ്ഥയായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് തവണ ഒന്നോ രണ്ടോ മൂന്നോ 10 അല്ല, അതിനേക്കാൾ കൂടുതൽ തവണ കുടുംബശ്രീകൾ സപ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പൊ കുടുംബശ്രീയിൽ നമുക്ക് നല്ല എമൗണ്ടുകൾ കിട്ടും, പല സ്കീമുകൾ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് അടച്ചാൽ വീണ്ടും എമൗണ്ട് കിട്ടും. നമുക്ക് പ്രത്യേക പരിഗണന തന്നിട്ട് നമുക്കിപ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ ആ ലിമിറ്റിനേക്കാൾ കുറച്ച് കൂടുതൽ എമൗണ്ട് ഒക്കെ നമുക്ക് പലപ്പോഴും തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചടച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും കുടുംബശ്രീയിൽ മെമ്പർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ജോയിൻ ചെയ്യാൻ പറയണം. അവർക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടും. ഇനി കുടുംബശ്രീ വലിയൊരു മിഷനായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് എന്നത് വലിയൊരു പ്രത്യേകത കൂടിയാണ്. എന്തായാലും എല്ലാവർക്കും കുടുംബശ്രീയിൽ നിന്നും ലോണുകൾ കിട്ടട്ടെ, പരമാവധി നിങ്ങൾക്ക് ലാഭം നിങ്ങൾക്ക് ലഭിക്കട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഈ പറഞ്ഞ കുടുംബശ്രീയിൽ മെമ്പർ ആവാൻ താല്പര്യമില്ലാതെ കിടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു മികച്ച വീഡിയോ നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.